A very good morning to all of you. ഒത്തിരി പേരുടെ റിക്വസ്റ്റ് കാരണമാണ് ഞാൻ വീണ്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് യൂട്യൂബിലേക്ക് വന്നത്. വെൽക്കം ബാക്ക് ടു റിച്ച് സെജു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ FYUGP കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ 2024 സിലബസ് പ്രകാരം അക്കൗണ്ടിങ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന Bcom പ്രൊവൈഡ് ചെയ്യുന്ന മൈനർ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് Bcom ഒഴികെയുള്ള മറ്റുള്ള ഡിഗ്രി കുട്ടികളാണ്. ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് Bcom ആണ്. KU 1D DSc Com 101 അക്കൗണ്ടിങ് ഫോർ ബിഗിനേഴ്സ് എന്ന പേരിലാണ് ഈ സബ്ജക്റ്റ് അറിയപ്പെടുന്നത്. വരാൻ പോകുന്ന ഫസ്റ്റ് സെമസ്റ്റർ UG കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണിത്. ഇതിൽ കൊമേഴ്സ് കുട്ടികളുടെ കയ്യിലാണ് ആദ്യം ഈ ക്വസ്റ്റ്യൻ എത്തുക. പക്ഷേ ഇത് കൊമേഴ്സ് കുട്ടികൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല, മറിച്ച് Bcom മറ്റുള്ള BSc BCA BA പോലെയുള്ള കോഴ്സുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതര ഡിഗ്രിയുള്ള കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കണം. സോ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇതിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിൻ മുതൽ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ അക്കൗണ്ടിങ്. വാട്ട് ആർ ദ ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് അക്കൗണ്ടിങ്? അറിയാം, അക്കൗണ്ടിങ്ങിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുതിയ കുട്ടികളാണ് നിങ്ങൾ. +2 സയൻസ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചു വന്ന കുട്ടികളായിരിക്കും മിക്കവാറും നിങ്ങൾ. സോ നിങ്ങൾക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 10th ലെവൽ വരെ അല്ലെങ്കിൽ +2 ലെവൽ വരെ ഒരു പരിചയമില്ലാത്ത സബ്ജക്റ്റാണ്. സോ അങ്ങനെയുള്ള നിങ്ങളാണ് ഇത് പഠിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് നല്ലോണം അറിഞ്ഞ് മനസ്സിലാക്കണം. സോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ട്രാൻസാക്ഷൻ ഇൻ എ ബുക്സ് ഓഫ് അക്കൗണ്ട്. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ലാസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഫൈനൽ അക്കൗണ്ട് ബുക്ക് ഓർ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബിഗിനിങ് ബുക്കായ ജേണൽ മുതൽ എൻഡിങ് ബുക്കായ ട്രയൽ ബാലൻസ് ഷീറ്റ് വരെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ എത്ര ടൈപ്സ് അക്കൗണ്ടിങ് ഉണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന സബ്ജക്റ്റ് പ്യുവർലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓരോന്നിനും അതിൻ്റേതായ റെലവൻസ് ഉണ്ട് കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഓർ വാട്ട് ആർ ദ ഫങ്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, ടു റെക്കോർഡ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡറാണ്. പിന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ പറ്റും, ബിസിനസ്സിൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലുപരി ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിലേക്കുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇത് പറ്റും. പിന്നെ അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ചെയ്തു തരുന്ന ധർമ്മങ്ങളാണ്. അത് തന്നെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും, ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒത്തിരി ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സിലുണ്ട്. ഞാനിവിടെ ആൻസർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളിതിൻ്റെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വാട്ട് ആർ ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കോൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ബിഗിനിങ് പാർട്ട്. ഏതൊക്കെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, എന്താണ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് കോൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ, എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഏതൊക്കെയാണ് കോൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അപ്പോൾ കോൺസെപ്റ്റ്സ് ആർ ദ എസംഷൻസ് അപ്പോൺ വിച്ച് ദ സ്ട്രക്ചർ ഓഫ് അക്കൗണ്ടിങ് ഈസ് എറക്റ്റഡ്.
ദീസ് ആർ ദ സെറ്റ് ഓഫ് അസംഷൻസ് ആണ്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇറക്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദീസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ സൂപ്പർ സ്ട്രക്ചർ ഇറക്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഫൗണ്ടേഷൻ സ്റ്റോണിൻ്റെ മേലെയാണ്. സോ അക്കൗണ്ടിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണായിട്ട്, ബിൽഡിംഗ് ബ്ലോക്കായിട്ട്, അല്ലെങ്കിൽ പില്ലേഴ്സായിട്ട് നമുക്ക് കോൺസെപ്റ്റ്സ്, കോൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസിന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കോൺസെപ്റ്റ്സ് എന്ന് നോക്കാം. ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, അതുപോലെ കോൺവെൻഷൻസ് ഓഫ് മെറ്റീരിയാലിറ്റി, കോൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം, അതുപോലെ തന്നെ കോൺവെൻഷൻസ് ഓഫ് പിന്നെ ഐഡൻറ്റിഫയബിലിറ്റി, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് അതിൽ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, അതുപോലെ തന്നെ മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, ഗോയിങ് കൺസേൺ പറയുന്നുണ്ട്, അതുപോലെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നുണ്ട്, റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കോൺസെപ്റ്റ്സ് ആൻഡ് കോൺവെൻഷൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഈ പറയുന്ന ഞാനിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെ ഇനിയും നമുക്ക് കോൺസെപ്റ്റ്സ്, കോൺവെൻഷൻസൊക്കെ പറഞ്ഞു തരാനുണ്ട് അത്ര. അപ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ബിസിനസ് ആർ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. രണ്ട് സെപ്പറേറ്റ് വ്യക്തികളാണ് അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ദെൻ ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് ബിസിനസ് ആസ് എ കണ്ടിന്യൂസ് ലൈഫ് ഓർ എ സെപ്പറേറ്റ് ലൈഫ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതൊരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഷെയർ ഹോൾഡർ മരിച്ചു കഴിഞ്ഞാലോ ബിസിനസ്സിന് എന്തില്ല, ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിന് അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തില്ല, അതിനൊരു എൻഡില്ല. അത് പിന്നെ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അക്കൗണ്ടിങ് പീരീഡിൽ പിന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന റവന്യൂ അതുപോലെ തന്നെ കോസ്റ്റ് രണ്ടും തമ്മിൽ മാച്ച് വേണം. ദർ ഷുഡ് ബി എ മാച്ച് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് കോസ്റ്റ്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഈവൻ ദോ ബിസിനസ് ആസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, ഒരുപാട് വർഷത്തെ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടിയും തന്നെ നമ്മൾ ഓരോ വർഷങ്ങളായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ബുക്സ് റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബുക്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഓരോ ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ്. ആ ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ദാറ്റ് അക്കൗണ്ടിങ് പീരീഡ് ബിഗിൻസ് ഫ്രം 1st April ടു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് ഫ്രം 1st April ടു 31st March. അതാണ് ഫിനാൻഷ്യൽ പീരീഡ്. ജനറലി അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ചില സിറ്റുവേഷൻസിൽ നമുക്ക് 1st January ടു 31st December വരെയും നമുക്ക് പിന്നെ അക്കൗണ്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡായിട്ട് നമുക്ക് എടുക്കാം. ദെൻ പിന്നെ മാച്ചിങ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ്, അതുപോലെ ഡുവൽ എൻട്രി അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്, അല്ലെങ്കിൽ ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. According to this concept, every business transactions has affected two separate entities. They are debit entities and credit entities. ഓരോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ടു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടു ഫോൾഡ് പിന്നെ മാറ്റേഴ്സിനെ ഡീൽ ചെയ്തിട്ടാണ്. അതിലൊന്നാമത്തെ മാറ്ററാണ് ഡെബിറ്റ്, ദെൻ രണ്ടാമത്തത് ക്രെഡിറ്റ്. അതായത് ഓരോ ട്രാൻസാക്ഷനും ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ഈ രണ്ട് ആസ്പെക്റ്റാണ് നമ്മൾ ജേർണലിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ റൂള് പ്രകാരം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ടാണ്. എന്തൊക്കെയാണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യും, എന്താണോ ബിസിനസ്സിൽ നിന്ന് പോകുന്നത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ബിസിനസ് പേസ് സാലറി ടു ഇറ്റ്സ് എംപ്ലോയീസ്, സാലറി ബിസിനസ്സിന് എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ സാലറി എന്ന് പറയുന്ന ഒരു പുതിയ എക്സ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് അവിടെ നിന്ന് ഡിക്രീസ് ആയിപ്പോയി, കുറഞ്ഞുപോയി, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് കുറഞ്ഞു. സോ പുതിയൊരു എക്സ്പെൻസ് ബിസിനസ്സിലേക്ക് വന്നു. സോ എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യണം. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് വന്ന്, ദെൻ അതേപോലെ കറസ്പോണ്ടിങ്ലി അതിനൊരു ക്രെഡിറ്റ് ആസ്പെക്റ്റും കൂടി വന്നിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ടു ക്യാഷ് അക്കൗണ്ട്. സോ ഇറ്റ്സ് എൻട്രി വിൽ ബി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ എന്താണ്, സാലറി പേ ചെയ്തു എന്നുള്ളൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അതിന് രണ്ട്
ആസ്പെക്റ്റിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റിനെയും ക്രെഡിറ്റ് ആസ്പെക്റ്റിനെയും. ഇങ്ങനെ ഓരോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനെയും അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനെയും രണ്ട് ആസ്പെക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് തന്നെ ഡുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ കോൺവെൻഷൻസ് പറയുകയാണെങ്കിൽ കോൺവെൻഷൻസ് ഓഫ് മെറ്റീരിയാലിറ്റി, നമ്മൾ അക്കൗണ്ടിങ് ബുക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും അല്ലെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ നിർബന്ധമായും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് നമ്മളൊന്നും തന്നെ ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ദെൻ കോൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത് ഒരു പ്ലേയിങ് സേഫ്, അതായത് ഒരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പം ഒരു സേഫായിട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു കോൺവെൻഷനാണത്. അതായത് നമ്മൾ ഒരു അക്കൗണ്ടൻറ്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ദ പ്രോബബിൾ ഇൻകം ബട്ട് ഹീ ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ദ പ്രോബബിൾ ലോസസ്. അതായത് നമ്മൾ വരാൻ പോകുന്ന അക്കൗണ്ടിങ് പീരീഡിലേക്കുള്ള വരാൻ പോകുന്ന പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മുൻകൂട്ടി കണക്കൂട്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ ഇത്ര എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി വെക്കാൻ പാടില്ല. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ദെൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തതിനാൽ നമുക്ക് റിയൽ ലൈഫ് ബിസിനസ്സിൽ ആ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരും. നേരെ മറിച്ച് നമ്മൾക്ക് എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമുക്ക് വെക്കാം. ഭാവിയിൽ ഇത്ര ഒരു എമൗണ്ട് നമുക്ക് ലോസ് വരാം, ഒരു ചിലവ് വരാം എന്ന് നമുക്ക് മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെക്കാം. കാരണം ആ റിയൽ ലൈഫ് ബിസിനസ്സിൽ ആ ഒരു എക്സ്പെൻസ് നമുക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ലോസ് നമുക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ബുക്കിനോ ബിസിനസ്സിനോ ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. നമുക്ക് നല്ല സേഫായിട്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ പ്ലേയിങ് സേഫ് എന്നും കൂടി പറയുന്നത്. ഈ ഒരു കോൺവെൻഷന് പറയുന്ന പേരാണ് കോൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം. ഓക്കെ, ദെൻ പിന്നെ മാച്ചിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഒക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ മെമ്മറിയിൽ ഇപ്പം വന്ന കോൺസെപ്റ്റ്സ്, കോൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നിങ്ങൾ ബുക്സൊക്കെ നോക്കി റെഫർ ചെയ്ത് പഠിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതായത് നമ്മൾ ജേർണൽ ചെയ്യുന്ന സമയത്താണ് ഇത് അത്യാവശ്യം. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട്സിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അസറ്റ് അക്കൗണ്ട്, അപ്പോൾ അസറ്റിൻ്റെ കാര്യത്തിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം അസറ്റിൻ്റെ നേരെ ജസ്റ്റ് റിവേഴ്സാണ് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ അതേപോലെയാണ് ക്യാപിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ലാബിലിറ്റിയും ക്യാപിറ്റലും ഒരേ ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങൾ അസറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ലാബിലിറ്റിയിലും ക്യാപിറ്റലിലും നിങ്ങൾക്ക് സെയിം പോയിൻ്റ് എഴുതാൻ പറ്റും. ക്യാപിറ്റൽ ഓൾസോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസിനെയും അസറ്റിനെയും ഒരേ റൂളാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആണ്. റവന്യൂവിൻ്റെ റൂൾ വരുന്നത് റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യണം, റവന്യൂ ഡിക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്യണം. ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് പ്രകാരം പറയുന്നത്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റിനകത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സിൻസ് യു ആർ ദ ബിഗിനേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ്, നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തറിയണം, നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്ന ഓരോ ടേംസ്, കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൻ്റെ മീനിങ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റൂ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഡ്രോയിങ്സ്, എന്താണ് ക്യാപിറ്റൽ, എന്താണ് ലാബിലിറ്റി, എന്താണ് ഡെറ്റർ, എന്താണ് ക്രെഡിറ്റർ, എന്താണ് റവന്യൂ എന്ന് പറയുന്നൊക്കെ ടേംസ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊപ്രൈറ്റർ തൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായി കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനാണ്, നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇതിൽ പറയുമ്പം ഇറ്റ് ഈസ് ദ എമൗണ്ട് വിഡ്രോൺ ഓർ ടേക്കൺ ബാക്ക് ബൈ ദ പ്രൊപ്രൈറ്റർ ഓഫ് ദ കമ്പനി ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി താൻ മുതൽ മുടക്കിയ പൈസയിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് കൊണ്ടുപോകുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്റർ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. ദ എമൗണ്ട് ബ്രോട്ട് by the proprietor of the business for commencing the business or for starting the business is called a capital. The liability എന്ന് പറയുന്നത് the amount
ഓൺ ബൈ ദ ബിസിനസ് ടു ദ ഔട്ട്സൈഡേഴ്സ്, മറ്റുള്ള പുറമേയുള്ള വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ബാധ്യതയുള്ള എമൗണ്ടാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പുറമേയുള്ള സപ്ലൈസിൻ്റെ കയ്യിൽ നിന്നും മെറ്റീരിയൽ ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് സപ്ലയേഴ്സ് ബിക്കം ദ ക്രെഡിറ്റേഴ്സ്. ആ സപ്ലയേഴ്സ് എൻ്റെ ക്രെഡിറ്റേഴ്സാണ്. ഞാൻ എന്ത് ചെയ്യണം? അവർക്ക് അതിൻ്റെ മേലെയുള്ള പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. സോ സപ്ലയേഴ്സിനെ നമുക്ക് ലയബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ നമുക്ക് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. It is shown on the liability side of the balance sheet. Then who is a debtor and who is a creditor? Accounting beginnersന് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഡെപ്റ്റർ. അതാണോ എന്ന് വെച്ചാൽ അതാണെന്ന് പറയും, അല്ലേന്ന് വെച്ചാൽ അല്ലാന്ന് പറയും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സോ റിട്സെജോ ചാനൽ നോക്കി പഠിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും അത് മാറാൻ പാടില്ല. നിങ്ങളത് മൈൻഡിൽ ഇപ്പം തന്നെ അത് നോട്ട് ചെയ്ത് വെക്കാം. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഓസ് ബിസിനസ് who owes money to the business. ബിസിനസ്സിലേക്ക് പണം കൊടുക്കാനുള്ള ആൾക്കാരാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുന്നത്. ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ബാധ്യത, അതായത് ബിസിനസ് പുറമേയുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരാണ് ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ്. അതായത് ക്രെഡിറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺ ഹു ഓൺ ബൈ ദ ബിസിനസ് മണി ടു ദാറ്റ് പേഴ്സൺ. അതായത് ബിസിനസ് ആ വ്യക്തികൾക്ക് പണം കൊടുക്കാനുണ്ട്. നേരെ മറിച്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സംസാരിക്കുമ്പം ബിസിനസ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാരാണ് ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സ്. ബിസിനസ് പുറമേയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ്. ഓക്കെ. ദെൻ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ഇൻകം. ഈ റവന്യൂ ബിസിനസ്സിൽ കിട്ടുന്നത് നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. റവന്യൂ ആർ ദ ബിസിനസ് ഇൻകം ആണ്. Then what is journal and journalizing? അതായത് നമ്മൾ since you are the beginners of accounting, its subject name is accounting for beginners. So journal എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ബുക്കിൻ്റെ സ്റ്റാർട്ടിങ് ബുക്കാണ്. ഇറ്റ്സ് ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് കൂടി പറയാം. ജേണൽ അതായത് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് പിറവി കൊള്ളുന്ന ഒരു സ്ഥലമാണ് ജേണൽ ബുക്ക്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി വേർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. വാട്ട് യു മീൻ ബൈ ക്രോണോളജിക്കൽ ഓർഡർ? ഡേറ്റ് വൈസ് ആയിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ ബുക്ക്. ദെൻ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ആണ്. നമ്മൾ ജേണൽ എഴുതിയതിന് ശേഷം ആ ജേണൽ എഴുതിയ ട്രാൻസാക്ഷൻസിനെ നമ്മൾ അനലിറ്റിക്കൽ ഓർഡറിൽ ഓരോ അക്കൗണ്ട് ബുക്കായിട്ട് നമ്മൾ വരച്ചിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. സോ ലെഡ്ജർ ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ആണ്. അതായത് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിന് മാത്രമേ നമ്മൾ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ലെഡ്ജർ ബുക്കിലേക്ക് നമ്മൾ ജേണലിൽ നോക്കിയിട്ട് ട്രാൻസാക്ഷൻസ് എഴുതുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ് എന്നും, അതേപോലെ നമ്മൾ ട്രാൻസാക്ഷൻസ് ജേണൽ ബുക്കിലേക്ക് എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് പറയാനുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി ആൻഡ് ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ ആണ്. സോ ജേണൽ, ആസ് ഓൾറെഡി ടോൾഡ്, ജേണൽ ഇസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി where transactions are recorded for the first time. Ledger is a book of secondary entry where transactions are recorded in the second time. Then journal നമ്മൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, ഡേറ്റ് വൈസ് ആയിട്ടാണ് എഴുതുന്നത്. whereas in the case of ledger transactions are recorded in analytical order. പിന്നെ നമ്മൾ ജേണലിൽ നമ്മൾ ഒറ്റ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ആണ് എഴുതുന്നത്. നേരെ മറിച്ച് നമ്മൾ ലെഡ്ജറിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ അക്കൗണ്ട് ബുക്ക് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ. പിന്നെ ജേണലിലേക്ക് എഴുതുന്ന ആ ഒരു പ്രോസസ്സ്, ട്രാൻസാക്ഷൻസ് നമ്മൾ ഫസ്റ്റിൽ എഴുതുന്ന ഒരു ബുക്കാണല്ലോ ജേണൽ. സോ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി അല്ലെങ്കിൽ ജേണലിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ എഴുതുന്ന പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. whereas in the case of ledger the process of recording transaction in the books of ledger is called posting. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക.
Then next പറയുന്നത് what is trial balance and mention the objectives of preparing trial balance. എന്താണ് ട്രയൽ ബാലൻസ്, എന്തിനാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ് ട്രയൽ ബാലൻസ്? ഇറ്റ് ഈസ് നോട്ട് എൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ടിങ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അരിത്മെറ്റിക്കൽ ആക്യുറസി ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ദിസ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ് ആണ്, ആഫ്റ്റർ പ്രിപ്പയറിംഗ് ജേർണൽ, ലെഡ്ജർ ആൻഡ് അതർ സബ്സിഡിയറി ബുക്സ്. അതായത് ജേർണലും ലെഡ്ജറും മറ്റുള്ള സബ്സിഡിയറി ബുക്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അറ്റ് ദ എൻഡിൽ ഫൈനൽ അക്കൗണ്ട്സിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അരിത്മെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതുതന്നെയാണ് മെയിനായിട്ട് വരുന്നത്. What are the objectives of preparing trial balance? To check the arithmetical accuracy of business transaction. Then ഏതെങ്കിലും ട്രാൻസാക്ഷൻസിൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ അരിത്മെറ്റിക്കൽ ആക്യുറസി, അതായത് ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, അതായത് ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസിൻ്റെ രണ്ട് ആസ്പെക്റ്റും, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും എൻട്രി നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ, കംപ്ലീറ്റ് നമ്മൾക്ക് മറന്നു പോയിട്ടുണ്ടോ, അല്ല പകുതി നമ്മൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് മറന്നു പോയിട്ടുണ്ടോ, അതും അല്ലെങ്കിൽ നമ്മൾ എഴുതിയ എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇങ്ങനെയൊക്കെ അരിത്മെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഇതൊക്കെ തന്നെയാണ്. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ്? യൂഷ്വലി നമ്മൾ എറേഴ്സ് സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺഇൻറ്റൻഷനലി, അതായത് നമ്മൾ മനഃപൂർവ്വം അല്ലാണ്ട് കയ്യിൽ നിന്നും വന്നു പോകുന്ന, അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്നും വന്നു പോകുന്ന തെറ്റുകളെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ അൺഇൻറ്റൻഷനൽ മിസ്റ്റേക്ക് കമ്മിറ്റഡ് ബൈ ദ ബുക്ക് കീപ്പർ ഓർ കമ്മിറ്റഡ് ബൈ ദ അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്നോ ബുക്ക് കീപ്പറുടെ കയ്യിൽ നിന്നോ സംഭവിച്ചു പോകുന്ന അൺഇൻറ്റൻഷനൽ മിസ്റ്റേക്കാണ് എറേഴ്സ്. സോ അങ്ങനെയുള്ള എത്ര മിസ്റ്റേക്സ് ഉണ്ട്? എറേഴ്സ് ഓഫ് ഒമിഷൻ ഉണ്ട്, എറേഴ്സ് ഓഫ് കമ്മീഷൻ ഉണ്ട്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ട്. 4 ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. എറേഴ്സ് ഓഫ് ഒമിഷൻ, ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, നമ്മൾക്ക് ഒമിറ്റിംഗ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്കിൽ നമുക്ക് മറന്നു പോകുന്ന, റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകുന്നതാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. നമുക്ക് 2 രീതിയിൽ മറവി സംഭവിക്കാം. പാർഷ്യൽ ഒമിഷൻ സംഭവിക്കാം, അതേപോലെ തന്നെ ഫുൾ ഒമിഷൻ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ഫ്രം ബിസിനസ്, പർച്ചേസ് ഗുഡ്സ് ഫ്രം ദ സപ്ലയേഴ്സ് ഫോർ ₹10,000, അതായത് 10,000 രൂപയ്ക്ക് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. സോ ഇറ്റ്സ് ജേർണൽ എൻട്രി വിൽ ബി ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്. ഒരിക്കലും നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് ഡെറ്ററിന് കൊടുക്കാൻ പാടില്ല, മറിച്ച് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് ₹10,000. സോ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഡെബിറ്റ് സൈഡിൽ 10,000 കൊടുത്ത് ദെൻ ക്യാഷ് എന്ന് എഴുതിയിട്ട് നമുക്ക് കൊടുക്കാൻ വിട്ടുപോയി എന്ന് വിചാരിച്ചു ക്രെഡിറ്റ് സൈഡിൽ. സോ അവിടെ എന്ത് സംഭവിച്ചു? പാർഷ്യൽ ഒമിഷൻ അവിടെ സംഭവിച്ചു. സോ ഒമിഷൻ ഇങ്ങനെ പകുതി റെക്കോർഡ് ചെയ്തിട്ട് പകുതി റെക്കോർഡ് ചെയ്യാണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ട്രാൻസാക്ഷൻ മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യാതെയും സംഭവിക്കാം. അങ്ങനെ ഒമിഷൻ 2 രീതിയിൽ സംഭവിക്കാം. അതേപോലെ തന്നെ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകുന്നതല്ല, മറിച്ച് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മളെ എമൗണ്ടിലുള്ള ഇൻകറക്റ്റാണ്, നമ്മളെ എമൗണ്ടിൽ വരുന്ന തെറ്റാണ്. സോ 5,000 റെക്കോർഡ് ചെയ്യേണ്ടത് 500 റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ 50 റെക്കോർഡ് ചെയ്യേണ്ടത് 500 റെക്കോർഡ് ചെയ്യുക, ഒരു 0 അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും എമൗണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തെറ്റിപ്പോവുക. അതാണ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പിന്നെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ നമുക്കറിയാണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റോ, അല്ലെങ്കിൽ റൂൾസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ റൂളൊന്നും അറിയാണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് പിന്നെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ പാർഷ്യൽ ഒമിഷനും നമുക്ക് പെട്ടെന്ന് പിന്നെ ട്രയൽ ബാലൻസ് ടാലി ചെയ്യാത്ത സമയത്ത് നമുക്ക് ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാവും. നേരെ മറിച്ച് ഫുൾ ഒമിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഒരു എററിൻ്റെ തെറ്റ് വേറൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോവുക. അതായത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് തെറ്റിപ്പോയി,
വേറൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് സെയിം എമൗണ്ടിൻ്റെ തെറ്റിപ്പോയി. അപ്പോൾ ഒന്നിൻ്റെ തെറ്റ് വേറൊരു തെറ്റിൽ നിന്നും അഡ്ജസ്റ്റ് ആക്കുന്നതിനാണ്, കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാൻ വിട്ടുപോയതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. അതായത് റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ഡീൽസ് വിത്ത് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ദ റൂൾ വിൽ ബി ആസ് പെർ റിയൽ അക്കൗണ്ട് debit what comes in, credit what goes out. Then personal account എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പേഴ്സൺ, നെയിം ഓഫ് ദ പേഴ്സൺ ആണ്. then as per personal account, debit to the receiver and credit to the giver. Then nominal account is deals with expenses, losses, incomes and gains ആണ്. So as per nominal account, debit all expenses and losses, credit all incomes and gains. ഇതെനിക്ക് ക്വസ്റ്റ്യൻ ഇടാനും വിട്ടുപോയിട്ടുണ്ട്, ഇതിൻ്റെ റൂള് പറയാനും വിട്ടുപോയിട്ടുണ്ട്. സോ ഇതും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തണം. ദെൻ പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് പ്രിപ്പയറിങ് സസ്പെൻഡ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആകാത്ത സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഷോർട്ടേജ് വന്നിട്ടുള്ളത് ആ ഷോർട്ടേജ് നമ്മൾ പിന്നെ ടാലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. അതുതന്നെയാണ് അതിൻ്റെ നീഡും. ഇൻ ഓർഡർ ടു ടാലി ദ trial balance and final accounts, we prepare suspense account. The next difference between capital expenditure and revenue expenditure. Difference between capital expenditure and revenue expenditure. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതൽ മുടക്ക് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് കാലത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു അസറ്റാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ഡേ ടു ഡേ നമുക്ക് അതിൽ നിന്നും നമുക്ക് എമൗണ്ട് ചിലവാകുന്നില്ല. ബട്ട് ആ ഒരു സമയത്ത് നമുക്ക് വലിയൊരു കോടിക്കണക്കിന് എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്നും ചിലവാകും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് കാലാകാലം വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഒത്തിരി ഫിനാൻഷ്യൽ എക്സ്പെൻസ് ആവശ്യമാണ്. ക്രോർസ് ഓർ ലാക്സ് ഓഫ് റുപ്പീസിന് നമുക്ക് ആവശ്യമാണ്. നേരെ മറിച്ച് ആ ബിൽഡിങ്ങിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറേ കാലം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ബിൽഡിങ് നമ്മൾ ദിവസം നമ്മൾ പൊളിച്ച് മാറ്റുന്നില്ല. സോ അങ്ങനെയുള്ള എക്സ്പെൻസാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടാണ്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറേ കാലം വരെ എൻജോയ് ചെയ്യാനും പറ്റില്ല. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ജസ്റ്റ് റിവേഴ്സ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ബിസിനസ്സിൽ ആവശ്യത്തിന് വേണ്ടി സ്റ്റേഷനറി ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തു. ബുക്ക്, പെന്ന് പോലെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തു. അത് റവന്യൂ എക്സ്പെൻസിൽ വരുന്നതാണ്. സോ ഈ ബുക്ക് അല്ലെങ്കിൽ പെന്ന് എന്ന് പറയുന്നത് കാലാകാലം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഇങ്ക് തീർന്നതിന് നമ്മളത് കളയും, വേറൊരു പെന്ന് വാങ്ങിക്കും. സോ ഇങ്ങനെയുള്ള എക്സ്പെൻസാണ് റവന്യൂ എക്സ്പെൻസ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കി പഠിക്കുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് കുറേ കാലം വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അതേപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ് ഡേ ടു ഡേ കിട്ടുന്ന ഇങ്കാണ് റവന്യൂ റെസിപ്റ്റ്. Then next question, how will you treat the following adjustments while preparing final accounts? There is a sure essay question. Final accounts of a sole trader ഒരു essay question ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന പിന്നെ അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നന്നായിട്ട് നമ്മൾ നോക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ പിന്നെ ഇത് എവിടെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. വാട്ട് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട്, അതായത് ബിസിനസ്സിന് എമൗണ്ട് നമ്മൾ പേ ചെയ്യാനുണ്ട്, പക്ഷേ ഇതുവരേക്കും നമ്മൾ പേ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള എക്സ്പെൻസാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ടാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് യൂഷ്വലി കണ്ടുവരുന്നത് ട്രയൽ ബാലൻസിൻ്റെ താഴെയാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണ്ടുവരിക. സോ അതിനുമായി റിലേറ്റഡ് ആയ കൺസേൺ എക്സ്പെൻസ് നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാലറി ട്രയൽ ബാലൻസിൻ്റെ അകത്ത് ഒരു 500 ഉണ്ടാവും. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒരു 100 ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം? അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അതായത് ഫോർ എക്സാമ്പിൾ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നതെങ്കിൽ ഷുവർലി രണ്ട് അക്കൗണ്ടിനെയും അത് എഫക്റ്റ് ചെയ്യും. അതായത്
പിന്നെ ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അക്രൂഡിങ്ങും പ്രീപെയ്ഡ് എക്സ്പെൻസും ബാഡ് ഡെറ്റ്സും ഡിപ്രീസിയേഷനും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ തന്നതെങ്കിൽ ഷുവർലി ഈ ഓരോ എക്സ്പെൻസും രണ്ട് അക്കൗണ്ടിനെയും അത് എഫക്റ്റ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും അത് എഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെയും അത് എഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രയൽ ബാലൻസിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, സാലറി 500. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒരു 100 ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് സാലറി എന്ന് എഴുതിയിട്ട് ഇന്നർ കോളത്തിൽ നമ്മൾ 500 എഴുതും. ദെൻ അതിൻ്റെ കൂടെ തന്നെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് 100 കൂടി എഴുതും. ഈ 100 അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നതാണ്. സോ ഈ 500ഉം 100ഉം നമ്മൾ ആഡ് ചെയ്തിട്ട് 600 നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു 2 അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ 100 വേറെ എവിടെയും കാണും. അതേപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് ഈ 100 രൂപ മാത്രം നമ്മൾ കാണിക്കും. അവിടെ 600 കാണിക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന 100 രൂപ മാത്രം നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അപ്പോൾ 2 അക്കൗണ്ടിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലായി. ഇതൊരു ലയബിലിറ്റിയാണ് ബിസിനസ്സിന്, അതുകൊണ്ടാണ് ഇത് കൊടുക്കാനുള്ള എമൗണ്ടാണ് എംപ്ലോയീസിന് സാലറി ആയിട്ട്, ബട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ലയബിലിറ്റി ആയിട്ട് ലയബിലിറ്റി സൈഡിൽ ഇത് എഴുതുന്നത്. നല്ലോണം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഷോ ചെയ്യുക? ഈ അക്രൂഡ് ഇൻകം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രയൽ ബാലൻസിൽ പിന്നെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഒരു 1000 രൂപയുണ്ട്. അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അക്രൂഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപ ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് വരിക? നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ 1000 റുപ്പീസ് എഴുതും. ദെൻ അക്രൂഡ് കമ്മീഷൻ നമ്മൾ അതേപോലെ ഇന്നർ കോളത്തിൽ ആഡ് അക്രൂഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 200 രൂപ കൂട്ടും. എന്നിട്ട് 1200 രൂപ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതും. ദെൻ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്, ലയബിലിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അക്രൂഡ്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അക്രൂഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 200 രൂപ കാണിക്കും. മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കൺസേൺ ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, അതാണ് 2 അക്കൗണ്ടിൽ ഇതിൻ്റെ ഡീലിങ്സ്. പിന്നെ വരുന്നത് പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾക്ക് ഓൾറെഡി പേ ചെയ്തതാണ്. പേ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടില്ല, പക്ഷേ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത മാസത്തെ എക്സ്പെൻസ് നമ്മൾ ഇപ്പോഴേ തന്നെ പേ ചെയ്ത് വെച്ചതാണ് പ്രീപെയ്ഡ്. സോ പ്രീപെയ്ഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺ എക്സ്പെൻസിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ കുറച്ച് കാണിക്കും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ ഈ പ്രീപെയ്ഡ് ഐറ്റം കാണിക്കും. ഓക്കെ, ദെൻ ബാഡ് ഡെറ്റ്സ് ലെങ്ത്ത് ഒരുപാട് കൂടുന്നുണ്ട്, 1/2 an hourൻ്റെ മുകളിലായി, അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കാം. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റമാണ്. ബാഡ് ഡെറ്റ്സ് നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലും തരും, അതേപോലെ ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് ഫർദർ ബാഡ് ഡെറ്റ്സ് ആയിട്ടും തരും, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടും തരും. അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് പ്രൊവിഷനും തരും. അതേപോലെ ട്രയൽ ബാലൻസിൻ്റെ താഴെ ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് അതും തരും. ഇങ്ങനെ 4 സ്ഥലത്ത് കാണാറുണ്ട്. അതായത് ന്യൂ പ്രൊവിഷൻ, ഓൾഡ് പ്രൊവിഷൻ, ഫർദർ ബാഡ് ഡെറ്റ്, ഇങ്ങനെ 4 സിറ്റുവേഷനായിട്ട് ബാഡ് ഡെറ്റ് തരും. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഡ് ഡെറ്റ്, ആഡ് ഫർദർ ബാഡ് ഡെറ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്താണ് പഠിച്ചു വെക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് ബാഡ് ഡെറ്റ് ഇന്നർ കോളത്തിൽ എഴുതുക. ദെൻ ട്രയൽ ബാലൻസിലെ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ എഴുതുക. ആഡ് ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൻ്റെ അടിയിൽ തന്ന എമൗണ്ട് അതിൻ്റെ കൂടെ കൂട്ടി എഴുതുക. ദെൻ ആഡ് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൻ്റെ അടിയിൽ തന്ന ന്യൂ പ്രൊവിഷൻ ആ കൺസേൺ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്നും ഫർദർ ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ പെർസെൻറ്റേജ് കണ്ടിട്ട് ആഡ് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്ന ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ബാഡ് ഡെറ്റ്, ആഡ് ഫർദർ
ആഡ് അറ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഇതിങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. അത് ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും? ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ദെൻ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ലെസ് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് ഫൈനൽ എമൗണ്ട് ഔട്ടർ കോളത്ത് കാണിക്കും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നും ചെയ്യേണ്ട എന്നല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അല്ല, മറിച്ച് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ, നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ പേര്. ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നതിന് മുന്നേ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അതേപോലെ തന്നെ അതേ എമൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കൂടി കാണിക്കുക. സോ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നന്നായി നോക്കി പഠിച്ചിട്ട് വേണം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഷുവർ ക്വസ്റ്റ്യനാണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ. സോ ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ് വിത്ത് മൈ സിമ്പിൾ എക്സ്പ്ലനേഷൻ. സിൻസ് യു ആർ ദ ബിഗിനേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, നിങ്ങൾ എന്തായാലും ആ ബിഗിനിങ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലോണം പഠിച്ചു വെക്കുക. അതിനൊരു ഗ്രിപ്പ് ഉണ്ടായാലേ നിങ്ങൾക്ക് അക്കൗണ്ടിങ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ വീഡിയോ ഒത്തിരി ലെങ്തായി, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ സംസാരിച്ചത്. സോ ഇനിയും ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് നമ്മളെ ചാനലിൽ മൈനർ സബ്ജക്റ്റൊക്കെ ഞാൻ ഇടുന്നുണ്ട്. സോ എല്ലാവരും ഇതെന്ത് ചെയ്യുക? റെഗുലർ വാച്ച് ചെയ്യുക. എപ്പോഴാണ് ലിങ്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് മൈ ചാനൽ. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം മൈ ചാനൽ. താങ്ക് യു വൺസ് അഗെയിൻ.